അമ്മ പാൽക്കപ്പ എങ്ങനെയുണ്ട്? അടിപൊളി. പാവ എൻ്റെ അമ്മയ്ക്ക് പാൽക്കപ്പ എന്താന്ന് പോലും അറിയില്ല, ഇതുവരെ അത് കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല കേട്ടോ. പാൽക്കപ്പ ഇതിന് മുന്നേ ഞാൻ ആകെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോഴാണ് ഞാനും ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത്. അപ്പം തൊട്ട് മനസ്സിൽ വിചാരിച്ചതാ ഇത് ഉറപ്പായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. അമ്മയ്ക്ക് എന്തായാലും നല്ല ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. 4 നേരം കപ്പ കിട്ടിയ അത്രയും സന്തോഷം. ആൾക്ക് 62 വയസ്സായിട്ടുണ്ടെങ്കിലും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും വരാത്തോണ്ട് തന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ എൻ്റെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അത് അമ്മ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുത്തത് പാൽക്കപ്പയും മീൻകറിയാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്തു. ഇത് കഴിച്ചപ്പോൾ തൊട്ടേ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇത് ഉറപ്പായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കൂ, ഇതെങ്ങനെയാ ഉണ്ടാക്കാന്ന് ഒന്ന് പേപ്പറിൽ എഴുതി തരണേ കുഞ്ചുന്ന്. അങ്ങനെ ഞാൻ പേപ്പറിലൊക്കെ എഴുതി കൊടുത്തു. അതുകൊണ്ടാണ് അമ്മ പോയത്. ഒന്നാമത് അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ വെക്കാൻ മടിയാണ് കേട്ടോ. ഫുഡൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ദൈവം സഹായിച്ച് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ഫുഡ് വെച്ച് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ മടിയായിരിക്കല്ലോ. എന്തെങ്കിലും വെച്ച് തട്ടിക്കൂട്ടി ഒപ്പിക്കാനല്ലേ നോക്കും. അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. എന്നാലേ നല്ല ഫുഡൊക്കെ വെച്ച് കഴിക്കാനും മനസ്സും വയറൊക്കെ ഒന്ന് നല്ലോണം നിറയുള്ളൂ. അമ്മയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി, നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം ഞങ്ങൾ 3 കൂടെ പന്നിയിറച്ചി കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. അപ്പം ഞാൻ രണ്ടും കഴിച്ച സ്ഥിതിക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ടും അടിപൊളിയാണ്. പക്ഷെ മീൻകറിയും കൂടെ കൂട്ടി കഴിക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ.